തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഐ ഗ്രൂപ്പിനുള്ളിൽ അഭിപ്രായ ഭിന്നത രൂക്ഷം. കരുണാകര വിഭാഗത്തെ അവഗണിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ പത്മജ വേണുഗോപാൽ പ്രതിഷേധമറിയിച്ചു. അതേസമയം നിലവിലെ മേയർ എ ഗ്രൂപ്പിലെ രാജൻ ജെ പല്ലൻ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം ലഭിച്ചില്ല. രാജനെ മത്സരിപ്പിക്കാത്തതിന് പിന്നിൽ എ ഗ്രൂപ്പിനകത്തെ ഭിന്നതയാണെന്നാണ് സൂചന. കാലത്ത് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കാനാകുമെന്ന വിശ്വാസത്തിലാണ് DCC നേതൃത്വം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഐ ഗ്രൂപ്പിന് 30 സീറ്റും എ വിഭാഗത്തിന് 18 സീറ്റും എന്ന നിലയിൽ ധാരണയായ ഘട്ടത്തിലാണ് ഐ ഗ്രൂപ്പിനുള്ളിൽ ഭിന്നത മറനീക്കി പുറത്തു വന്നത്. 30 സീറ്റുകൾ CN ബാലകൃഷ്ണൻ, തേറമ്പിൽ രാമകൃഷ്ണൻ ചേരി അപ്പാടെ വിഴുങ്ങുന്നതിലുള്ള അമർഷം ഐ ഗ്രൂപ്പ് യോഗത്തിൽ ഉയർന്നു. കരുണാകര വിഭാഗത്തെ അവഗണിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ പത്മജ വേണുഗോപാൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. രാത്രി ഏറെ വൈകിയും CN ബാലകൃഷ്ണനും തേറമ്പിൽ രാമകൃഷ്ണനും തമ്മിലുള്ള ചർച്ച നീണ്ടുവെങ്കിലും സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ ഐ ഗ്രൂപ്പ് സമവായത്തിലെത്തിയില്ല. അതേസമയം സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കാനാകുമെന്ന് DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പട്ടികയിൽ അർഹമായ പരിഗണന നൽകും. യൂത്ത് കോൺഗ്രസ് എല്ലാ തലത്തിലും യൂത്ത് കോൺഗ്രസിന് പ്രാതിനിധ്യമുണ്ടായിരിക്കും. 8 സീറ്റുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പല ഡിവിഷനുകളിലും റിബലുകളായി മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കിട്ടാത്തവർ ഏതു വിധത്തിൽ പ്രതികരിക്കുമെന്ന കാര്യത്തിലും DCC നേതൃത്വത്തിന് ആശങ്കയുണ്ട്. റിപ്പോർട്ടർ, തൃശൂർ.